ഇല്ല എനിക്കെല്ലാം ഇവിടെ നോക്കില്ല. താനൊരു തോന്നിയ ദിവസം കൊണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് പോയിക്കോടുന്നു. സാറേ, എനിക്കിവിടെ ആരും പരിചയമില്ല. കുറെ അലഞ്ഞിട്ടാ ഞാൻ സാറിന്റെ വീട് കണ്ടുപിടിച്ചത്. സാർ എന്നെ സഹായിക്കണം പ്ലീസ്. വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ ഇടിയോട് വാങ്ങാൻ നിൽക്കണ്ട. നീ പോയേ. സാറേ, എൻ്റെ കയ്യിൽ നയ പൈസ ഇല്ല. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ അപ്പനും അമ്മയും. കരയണ്ട. പൊരളി എന്ന് മദ്ദളത്തിനോട് പരാതി പറയുന്ന പോലെ നിന്റെ കാര്യം. എടാ, നീ സിനിമ എന്ന് പറഞ്ഞ എല്ലാം കളഞ്ഞ പോലെ ഞാൻ ഈ വീട് വിറ്റാണ് സിനിമ നിർമ്മിച്ചത്. 10-30 പടം ചെയ്ത സംവിധാനം ഞാൻ. എന്നിട്ട് അടുപ്പിച്ച് 2 പൊട്ടിയപ്പോൾ ഔട്ട്. അതാണ് സിനിമാ രംഗം. വിജയം നേടുന്നവരോട് ഒട്ടി നിൽക്കാൻ ഒരുപാട് പേര് കാണും. അടുപ്പിച്ച് 2 പണി കിട്ടിയാലോ ഒരു ഈച്ച പോലും കാണില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു നല്ല സിനിമ അതെന്റെ സ്വപ്നമായിരുന്നു. ഒരു പ്രൊഡ്യൂസർ പോലും ആ സിനിമ ചെയ്യാൻ തയ്യാറാകാതിരുന്നപ്പോൾ എനിക്ക് വാശിയായി. അങ്ങനെയാണ് ഞാനത് നിർമ്മിച്ചത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു സാർ. ഇപ്പോൾ ആ സിനിമ തിയേറ്ററിലെത്തിക്കാൻ ഒരു പട്ടിയെ പോലെ ഓടി നടക്കുക ഞാൻ. ഞാൻ എങ്ങനെയാടാ നിന്നെ സഹായിക്കുന്നത്? പിന്നെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് ഞാനിതെല്ലാം തുലച്ചതെങ്കിൽ സിനിമയുടെ ചുക്കും ചുണ്ണാമ്പും അറിയാതാണ് നീ തുലച്ചത്. സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അതെന്താണെന്ന് ശരിക്കും പഠിക്കണം. ഇനി എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിലേ അതും കൂടെ സിനിമ എന്ന് പറഞ്ഞ് കളയാൻ നിൽക്കണ്ട. കേട്ടല്ലോ? എൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല. ശരി, വയ്ക്കൂ.